പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. എനിക്ക് വേണ്ടി കർത്താവ് ഇങ്ങനെ സ്വർഗത്തിന് മുൻപിൽ മധ്യസ്ഥം നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒന്നാമത്തെ വായന മുഴുവൻ പൗലോസ്ലീഹ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താൻ ചെല്ലുന്ന നാട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കിയേ, ആരുടെയൊക്കെയോ പ്രാർത്ഥനയിൽ നമ്മൾ കൂടെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് എന്തൊരു സൂത്തനിങ് ആയിട്ടുള്ള കാര്യമാണ്, എന്തൊരു ശക്തി തരുന്ന കാര്യമാണ്, എന്തുമാത്രം സന്തോഷം തരുന്ന, പ്രത്യാശ തരുന്ന കാര്യമാണ്. ഇവിടെ അപ്പസ്തോലൻ തന്നെ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങ് എനിക്ക് നൽകിയവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള മധ്യസ്ഥത നമ്മൾ കാണണേ. എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി, അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങേ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും ചെയ്തിരിക്കുന്നു. കാരണം അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ അവിടത്തേക്കുള്ളവരാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന അതാണ്. എന്നും ഇങ്ങനെ പിതാവിൻ്റെ സ്വന്തമായിട്ട് ജീവിക്കാനായിട്ട് അനുഗ്രഹം കൊടുക്കണേ എന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈശോയെ നമ്മൾ കാണും. ദൈവം തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ മനുഷ്യാവതാരം ചെയ്ത കർത്താവ് നമുക്ക് മനുഷ്യനായി പിറന്ന ഓരോരുത്തരുടെയും ദൗർബല്യങ്ങൾ അറിയുന്ന, അവർ കടന്നു പോകുന്ന പൊള്ളലുകൾ അറിയുന്ന, ആ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിതാവിൻ്റെ പക്കൽ നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് വചനം പറയുന്നുണ്ട്. അവിടെ നിന്നാണ് ഏക മധ്യസ്ഥൻ എന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ കാരണം. ഇതുപോലെ ഒരാൾക്ക് നമ്മളെ മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ദൈവമഹത്വം വിട്ടിറങ്ങി മനുഷ്യനായി ജീവിച്ചത്. ഒരു മനുഷ്യക്കുഞ്ഞായിട്ട് പിറന്നു വീണത്, മനുഷ്യരുടെ പൊള്ളലനുഭവങ്ങളിലൂടെ അവരുടെ കൂടെ നടന്നത്, അവരുടെ പ്രയാസങ്ങളിൽ അവർക്കൊപ്പം നിന്നത്, അവർ കടന്നുപോയ എല്ലാ പ്രയാസങ്ങളിലൂടെയും കടന്നുപോയത്. കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് അതാണല്ലോ പറയണത്. നമ്മൾ കടന്നു പോയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും അങ്ങേ അറ്റത്തുകൂടെ, എക്സ്ട്രീമിറ്റിയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് കുരിശിൽ കിടക്കണേ. അതുകൊണ്ടാണ് കുരിശിലിൻ്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഇത്രമാത്രം ശക്തിയും ബലവും കിട്ടുന്നത്. കർത്താവ് എന്തിനാ അത് ചെയ്തതെന്നുള്ളതാണ്. ദൈവമായി നിന്ന് തന്നെ കർത്താവിന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാം. നമ്മളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാമായിരുന്നു, വീണ്ടെടുക്കാമായിരുന്നു. പക്ഷേ നമ്മൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ എന്താണെന്നറിഞ്ഞ്, നമ്മൾ ഒരു മനുഷ്യായുസ് കടന്നു പോകുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് എത്രമാത്രം ആഴത്തിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും എന്ന് അറിഞ്ഞാൽ മതി. അത്രയ്ക്ക് സ്നേഹത്തോടെ നിന്നുകൊണ്ടാണ് കർത്താവ് പിതാവിൻ്റെ മുൻപിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുന്നത്. ഈശോ തൻ്റെ പിതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് നമ്മളെ ഓരോരുത്തരെയും പേര് പറഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം ആലോചിച്ച് നോക്കിയേ. പിതാവേ, അതെ ഇങ്ങനെ ഒരാളുണ്ട്, ഒന്ന് നോക്കിയേക്കണേ. നമ്മുടെ പേരൊന്ന് വെച്ചിട്ട് പിതാവേ ജോംസന്റെ കാര്യം ഒന്ന് നോക്കിയേക്കണേ, പിതാവേ ആൻ്റണിയുടെ കാര്യം ഒന്ന് നോക്കിയേക്കണം, പിതാവേ മേരിയുടെ കാര്യം ഒന്ന് നോക്കിയേക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈശോ ചെന്ന് പിതാവിൻ്റെ അടുത്ത് നിന്നിങ്ങനെ പറഞ്ഞാൽ കാര്യങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവില്ലെന്നാണോ നമ്മൾ കരുതണേ? എന്തൊരു ആശ്വാസം തരുന്ന വാക്കാണ് കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തിനു വേണ്ടി പുരോഹിതൻ ഇങ്ങനെ അൾത്താരയുടെ മുൻപിൽ നിന്ന് നെഞ്ചുനീറി കണ്ണ് നിറഞ്ഞ് കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുന്ന ഓരോ ദിവസങ്ങളിലും മനുഷ്യർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എത്രമാത്രമാണെന്ന് അറിയാം. സാധാരണ മനുഷ്യരെ കർത്താവ് തൻ്റെ പുരോഹിതന്മാരായി അഭിഷേകം ചെയ്തിട്ട് അവരെ ഈ അൾത്താരയുടെ മുൻപിൽ നിന്ന് കരങ്ങൾ ഉയർത്തി കണ്ണ് നിറഞ്ഞ് ഈ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ നെഞ്ചു നീറുന്ന പ്രാർത്ഥന കർത്താവ് കേൾക്കുകയും ആ നാടിനും ആ ജനങ്ങൾക്കും അനുഗ്രഹം ഇങ്ങനെ വാരി വിതറുകയും ചെയ്യുന്ന ഓരോ ദിവസങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം, മഹാപുരോഹിതനായ ക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ മുൻപിൽ നിന്ന് മധ്യസ്ഥം യാചിക്കുമ്പോൾ എത്രമാത്രം സന്തോഷകരമായി തീരും ജീവിതം. കർത്താവേ, അങ്ങയുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുന്നത്, ഞങ്ങളെ കണ്ണ് നിറഞ്ഞുകൊണ്ട് നന്ദി അർപ്പിക്കുന്ന നിമിഷങ്ങളാണത്. എത്രയോ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ അതിങ്ങനെ പലരും ഇങ്ങനെ സ്നേഹത്തോടു കൂടെ ഏറ്റെടുക്കണം കണ്ടുണ്ട്. അത് മതിയേച്ചാ, വേറൊന്നും വേണ്ട, ആ ഒരു പ്രാർത്ഥന മതി. ഒരു ഫോൺ കോൾ ചെയ്യുമ്പോൾ ബോബി അച്ഛൻ അത് ഓർത്തെടുക്കണേ. ഒരു ഫോൺ ചെയ്യുമ്പോൾ അപ്പുറത്തെ നേരത്തെ കൂടെ പഠിച്ചിട്ടുള്ളൊരു കൂട്ടുകാരത്തിയാണ്,
അത് പറയുന്ന കാര്യങ്ങൾ, കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം അച്ഛൻ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കാന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ. അങ്ങേ തലക്കൽ നിന്ന് അച്ഛനേക്കാൾ ബോധ്യത്തോടു കൂടെ കൂട്ടുകാരത്തി പറയുന്നുണ്ട്, അത് മതിയല്ലോ അച്ഛാ, ആ പ്രാർത്ഥനയ്ക്കപ്പുറം ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വേറെ എന്താ വേണ്ടേ കർത്താവേ, ഇതിനപ്പുറത്ത് ഞങ്ങൾക്ക് വേറെ എന്താ വേണ്ടേ? അവിടുത്തെ പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർത്തെടുത്ത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തെ ഇതിലും വലിയ സന്തോഷം കൊണ്ടും ബലം കൊണ്ടും നിറയ്ക്കുന്ന വേറൊരു ഓർമ്മയില്ലല്ലോ. കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുന്നു എന്നുള്ള ഉറപ്പിലും സന്തോഷത്തിലും നമുക്കിങ്ങനെ ഇനി സ്വസ്ഥമാകാൻ ജീവിതം. ഇനി നമുക്ക് തളർന്നിരിക്കാനോ അസ്വസ്ഥരാകാനോ അവകാശമില്ല. നമുക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമെന്നും നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നും ഉറപ്പിച്ചുകൊണ്ട് വേണം ജീവിക്കാനായിട്ട്, പ്രത്യാശയോടുകൂടെ. കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഈ സന്തോഷവും സ്വർഗത്തിൻ്റെ പ്രതീക്ഷയും കൊടുക്കുന്ന മനുഷ്യരായി വേണം നമുക്കിനി മുന്നോട്ട് പോകാനായിട്ട്. കാരണം എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ആ ഒരു വലിയ ഉറപ്പിലും ബോധ്യത്തിലും തമ്പുരാനിലേക്ക് ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളോടും കൂടെ ഈ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനുമായി നമുക്ക് മുന്നിലായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, അവിടെ നിന്ന് എനിക്ക് നൽകിയവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ സ്വന്തമാണ് നീ എന്ന് കർത്താവ് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന നിമിഷങ്ങൾ, വേറൊരാൾക്കും വിട്ടുകൊടുക്കാത്ത വിധത്തിൽ ഇവർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കോട്ടയായി, സംരക്ഷണ കോട്ടയായി നിൽക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പ് തരുന്ന വചനങ്ങൾ. അവിടെ നിന്ന് എനിക്ക് നൽകിയവർക്ക് വേണ്ടി പിതാവ് കർത്താവിന് കൊടുത്തവരിൽ പെട്ട ഒരാളാണ് ഞാൻ. അത് നമുക്ക് തരുന്ന സന്തോഷം എത്രയാണെന്നോ, സുരക്ഷിതത്വം എത്രയാണെന്നോ ആ തമ്പുരാൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ച് ഈ രാത്രിയുടെ അസ്വസ്ഥതകളില്ലാതെ, ഭയങ്ങളൊന്നുമില്ലാതെ ശാന്തമായ നിദ്രയിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.